Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ സാംസങ്ങിന്റെ പുതിയ മിഡ് റേഞ്ച് ഡിവൈസ് ആണ് F സീരീസിലെ നമ്മുടെ കയ്യിലുള്ളത് സാംസങ് ഗാലക്സി F54 5G ആണ്. അപ്പോൾ സാംസങ്ങിന്റെ F സീരീസ് ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ് സാധാരണ വരാറ്. അപ്പോൾ ഇത്തവണയും നല്ലൊരു സ്പെസിഫിക്കേഷൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സാംസങ്ങിന്റെ Exynos 1380 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇത് സ്നാപ്ഡ്രാഗൺ 778Gന്റെ ഇക്വലന്റ് ഒരു Exynos പ്രോസസ്സറാണ്. അതേപോലെ തന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം ഇപ്പോൾ 6000 mAh ബാറ്ററി ഇറങ്ങുന്നത് വളരെ ചുരുക്കം ഡിവൈസസിലേ ഉള്ളൂ. അപ്പോൾ ഒരു ബാറ്ററി മാരത്തൺ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ 25 വാട്ട് ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ ട്രിപ്പിൾ ക്യാമറ 108 മെഗാപിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F54 5G ഡിവൈസാണ്. ഒബിയസ്ലി പേര് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ലുക്സൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ F സീരീസിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി F54 5G ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് സാംസങ് ഗാലക്സി F54 5Gൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ഡിവൈസിൻ്റെ പടം ഇവിടെ കാണാം. ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. സാംസങ് ബ്രാൻഡിങ് എഴുതിയത് കാണാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാർഡസ്റ്റ് സിൽവർ എന്ന് പറഞ്ഞ കളറാണ്. 8GB റാമും 256GB സ്റ്റോറേജ് വേരിയൻറ്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് sAMOLED പ്ലസ് ഡിസ്പ്ലേ വിത്ത് 120 Hz. അപ്പോൾ AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ ട്രിപ്പിൾ റിയർ ക്യാമറ 108 മെഗാപിക്സൽ OIS മെയിൻ ക്യാമറയാണ്. പിന്നെ അൾട്രാ വൈഡ് ഉണ്ട്, മാക്രോ സെൻസറുണ്ട്, 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടിപൊളി ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുള്ളൂ. ഇവിടെ കണ്ടില്ലേ ക്യാമറയുടെ ഡീറ്റെയിൽസ് ഇതിന് 108 മെഗാപിക്സൽ 8+2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. പിന്നെ 4 ജനറേഷൻ ഓഫ് OIS അപ്ഗ്രേഡ്സും അപ് ടു 5 years ഓഫ് സെക്യൂരിറ്റി പാച്ചസുമാണ് ഇതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 വർഷം നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ചസ്, 4 വർഷത്തെ OIS അപ്ഡേറ്റ്സും കിട്ടുന്നതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബോക്സ് വളരെ സ്ലിമാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ചാർജർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ചെറിയ ബോക്സാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കേസ് കാണാം. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു ചാർജിങ് കേബിളാണ്. USB Type-C to Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു മാനുവലും വാറൻറ്റി ഇൻഫർമേഷൻ. SAR വാല്യൂ ഹെഡ് SAR 1.254 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്തുള്ളൂ. പിന്നെ നമുക്ക് കണ്ടില്ലേ സിം ട്രേ, 2 സിം ട്രേ കാണാം. നമുക്ക് ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ബോക്സിനകത്ത് ഡിവൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സാംസങ് ഗാലക്സി F54 5G. അപ്പോൾ ആദ്യം ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. ഇവിടെ നമുക്ക് സിം ട്രേയാണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ. മുകളിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴെ USB Type-C ചാർജിങ് സ്ലോട്ടും പിന്നെ സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ കാണാം. അത് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ പവർ വോളിയം കീസാണ് വരുന്നത്. മുകൾ ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല. പിന്നെ ബാക്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ക്യാമറയാണ്. 108 മെഗാപിക്സൽ പ്ലസ് 8+2 ആണ്. ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ S23 സീരീസിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫീലാണ് വരുന്നത്. ഇവിടെ ഒരു സിൽവർ ഫിനിഷാണ്. ഇത് ആക്ച്വലി ഒരു കളർ ചേഞ്ചിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാനില്ലേ. പല ആംഗിളിൽ നോക്കുമ്പോൾ പല കളേഴ്സാണ് വരുന്നത്. കാരണം സിൽവർ ഫിനിഷാണ്. ഇതൊരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡിവൈസിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ബെസൽസ് ഒക്കെ തന്നെ കുഴപ്പമില്ല. അത്യാവശ്യം മിനിമൽ ബെസൽസേ വരുന്നുള്ളൂ. വളരെ മിനിമൽ അല്ലല്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. താഴത്തെ ബെസൽസും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേനകത്ത് പറയാം. ഡിസ്പ്ലേനകത്ത് നമുക്ക് കിട്ടുന്നത് sAMOLED ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റിങ്സിൽ ഇവിടെ കണ്ടില്ലേ മോഷൻ സ്മൂത്ത്നെസ് ഹൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 120 Hz ആണ് വരുന്നത്. അത് നമുക്ക് ലൈറ്റ് തീമിലേക്ക് ഒന്ന് മാറാം. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള ആസ്പെക്ട്സ്. വിവിഡ് നാച്ചുറൽ മോഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഡാർക്ക് മോഡും ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. നല്ലൊരു സ്മൂത്ത് റെസ്പോൺസാണ് വരുന്നത്. വളരെ നല്ലൊരു AMOLED പാനലാണ്. ഒബ്വിയസ്ലി സാംസങ്ങിൻ്റെ AMOLEDs എപ്പോഴും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഡിസ്പ്ലേ ഇൻഫാക്റ്റ് മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ പോലും നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് നമുക്കിതിനെ ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിസ്പ്ലേ ആണ് സാംസങ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സോഫ്റ്റ്വെയറിൽ പറയുക വെച്ചാൽ സാംസങ്ങിൻ്റെ 1 UI ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്ഡേറ്റ്സ് 4+5 ആണ് വരുന്ന അപ്ഡേറ്റ് സൈക്കിൾ. പിന്നെ അബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാം സാംസങ് ഗാലക്സി F54 5G സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ 1 UI 5.1 ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. എന്താ പറയുക, ബാക്കിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ബാക്കിയെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കി UI എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സാംസങ്ങിൻ്റെ 1 UIൻ്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഡിസ്പ്ലേ ഓപ്ഷൻസ്, വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ, തീംസ്, ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ, അതേപോലെ ഡിജിറ്റൽ വെൽബീയിങ്, പിന്നെ ജനറൽ മാനേജ്മെൻറ്റ് അഡ്വാൻസ് ഓപ്ഷൻസ് ഉണ്ട്. സൈഡ് കീ ഒക്കെ കോൺഫിഗർ ചെയ്യാൻ, മോഷൻസ് ആൻഡ് ജെസ്റ്റേഴ്സ്, ഡ്യുവൽ മെസ്സഞ്ചർ, ഫ്ലോട്ടിംഗ് വിൻഡോസ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ UI പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ടിപ്പിക്കൽ 1 UIൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ആപ്സ് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട്, ഡെഫിനറ്റ്ലി കണ്ടില്ലേ, സാംസങ് മാക്സ്, സ്നാപ്ചാറ്റ്, ഫോൺ പേ, ബൈജൂസ്, അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സാണ്. അപ്പോൾ ചില ആപ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് എന്താ പറയുക, ക്യാമറയിലോട്ട് പോകാം. ക്യാമറ തന്നെ നല്ലൊരു സെറ്റപ്പാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ 108 MP ക്യാമറയാണ്. വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് ആദ്യം ഒന്ന് പോകാം. ഇതിൽ കണ്ടില്ലേ 4K 30 FPS സപ്പോർട്ടഡ് ആണ്. സ്റ്റെബിലൈസേഷൻ കാണാം നമുക്കിവിടെ. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ പ്രോ മോഡ്, മാക്രോ മോഡ്, സ്ലോ മോഷൻ ഒക്കെ ഓപ്ഷൻസും കാണാം. പോർട്രേറ്റ് മോഡ്, പിന്നെ ഫൺ ഓപ്ഷൻസും കുറച്ചുണ്ട്. അപ്പോൾ ക്യാമറ UI കുഴപ്പമില്ല, നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. നമുക്ക് ടിപ്പിക്കൽ സാംസങ് UI എന്ന് കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇതെല്ലാം സാംസങ് F54 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ എനിക്കൊന്ന് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം സാംസങ്ങിൻ്റെ F സീരീസും അതേപോലെ M സീരീസും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് തരാറ്. അപ്പോൾ ഇവിടെയും തന്നെ നമുക്ക് നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിൻ്റെ ബാറ്ററിയാണ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 25 watt ചാർജിങ്, സാംസങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്. ഇവിടെ നമുക്ക് 6000 mAh കപ്പാസിറ്റി, ഓൾമോസ്റ്റ് 2 days ഓഫ് ബാറ്ററി ലൈഫ് നമുക്ക് ഈസിലി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ നല്ല ഒരു കിടിലൻ ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് Exynos 1380 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇത് എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്, സാംസങ്ങിൻ്റെ Exynos പ്രോസസ്സറാണ്. 8GB RAM 256GB സ്റ്റോറേജുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നിയിട്ട്, ഇൻഫാക്റ്റ് Exynos ഈ ചിപ്പ് സ്നാപ്ഡ്രാഗൺ 770Gൻ്റെ ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു ചിപ്പാണ്. അറൗണ്ട് 5 lakh+ ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ നല്ല പവർഫുൾ ആണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ ഡേ ടു ഡേ യൂസേജിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ തോന്നിയില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടല്ലേ, വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആപ്പ് സ്വിച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലാഗ്സോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇതിൻ്റെ ഡിസൈനാണ് കേട്ടോ. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ആണെങ്കിൽ അത്രയ്ക്കൊരു തിക്നെസ് ഒന്നും വരുന്നില്ല. അപ്പോൾ സാംസങ് നല്ലൊരു ടാസ്ക്കാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഡിസൈൻ എലമെൻറ്റ്സിൽ നല്ലൊരു ഹാൻഡ് ഫീലും, അത്രയ്ക്കൊരു വെയിറ്റ് ഒന്നുമില്ല. 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായിട്ട് പോലും അത്രയ്ക്കൊരു വെയിറ്റ് ഇല്ല എന്നുള്ളത് നല്ല ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് F54 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിൻ്റെ വില നമുക്ക് ഇപ്പോൾ അറിയില്ല. ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ വില അനൗൺസ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി F54 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡീറ്റെയിൽഡ് ആയ വില അറിയില്ല. അറൗണ്ട് 30,000 rupees അടുത്തായിരിക്കാനാണ് ചാൻസ്. അതാണ് ഞാൻ ഗസ് ചെയ്യുന്ന ഒരു ഇത്. നമ്മുടെ കയ്യിലുള്ളത് 8GB RAM 256GB സ്റ്റോറേജ് ആണ്. അപ്പോൾ പ്രോബ്ലി അതിൽ കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും. 128 വേരിയൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 30,000 rupees അടുത്തായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതാണ് സാംസങ് ഗാലക്സി A54 5Gൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.